കണ്ണൂർ ലിബർട്ടിയിൽ നിന്ന് 2 മണീൻ്റെ ദൃശ്യം 3 സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. സിനിമ എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ക്ലൈമാക്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലൈമാക്സിലേക്ക് സിനിമേൻ്റെ അവസാനമാണല്ല ക്ലൈമാക്സ് എന്ന് പറഞ്ഞൊരു സാധനം എത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീട്ടി വലിച്ചിട്ട് എന്തെല്ലാം അതിന് മുമ്പ് കുറച്ച് കുടുംബത്തിൽ നടക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും ആദ്യം തന്നെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നുമില്ല എന്നാ. പക്ഷെ നമ്മളെല്ലാവരും ദൃശ്യം 1, 2 എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ ചെയ്തു. വെറുതെ ഒരു സീരിയൽ നീട്ടുന്ന പോലെ ഒരു സീരിയലിൻ്റെ ഒരു സീരീസ് പോലെ തന്നെയാണ് ആദ്യത്തെ മേക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു സിനിമാറ്റിക് സ്റ്റൈല് അതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ 130 + 20 ബുക്കിംഗ് ചാർജ് എടുത്ത് 150 കൊടുത്തിട്ട് ടിക്കറ്റ് എൻ്റെ പൈസക്ക് പോയിട്ട് ബുക്ക് ചെയ്തിട്ട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ട് എനിക്ക് സിനിമ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം. അത് കണക്കായിട്ട് തന്നെ ലിബർട്ടി തിയേറ്ററിൽ അതിന് കണക്കായിട്ടുള്ള സാധനമേ ഉള്ളൂ. അതായത് എന്താ പറയുക, ഇപ്പോൾ സ്ക്രീൻ ലിബർട്ടിയിൽ കണ്ണൂരുള്ള ലിബർട്ടിനെ ഫുള്ള് ഡാർക്ക് അടിക്കുന്ന പോലെ സ്ക്രീനൊന്നും ഒരു സുഖേ കിട്ടുന്നില്ല. പോളിസ് ഞാൻ സാധാരണ സിനി പോളിസ് പോയിട്ട് പടം കാണാറ്. പക്ഷേ സിനി പോളിസിന് 300 രൂപ മുതൽ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് ഇട്ടിട്ടുള്ളത്. ആദ്യം 120 മുതൽ തുടങ്ങിയതായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 170 എപ്പോഴെങ്കിലും ഇട്ടാൽ ഉള്ളൂ. അല്ലെങ്കിൽ 200 മുകളിലാണ് ടിക്കറ്റ്. 190, 200 മുമ്പിലെ റോ മുതൽ ടിക്കറ്റ് മാറുന്നത്. അപ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് അത് ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല 300 രൂപ കൊടുത്തിട്ടുള്ള ടിക്കറ്റ്. പക്ഷേ അവിടെ എന്താ അത് എല്ലാം അവിടെ ഒരുപാട് ഷോ ഉണ്ട്, 5 സ്ക്രീൻ ഉണ്ട്. പക്ഷേ അതെല്ലാം ഹൗസ്ഫുള്ളാണ്. അപ്പോൾ പൈസ കൊടുത്ത് നല്ല സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പൈസ നോക്കാണ്ട് വാങ്ങിക്കാനുള്ള ജനങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാവും. അപ്പോൾ അത് ബിസിനസ്. നമ്മൾ അതേപോലെ തന്നെ 130 രൂപ എനിക്ക് തന്നെ അറിയുന്ന ആൾക്കാരാണ് 130 രൂപയുള്ളൂ. അന്നേരം പിന്നെ അങ്ങനെയല്ല പോയിട്ട് കാണാം, അതുകൊണ്ട് കാണാം. അതായത് പൈസ കുറഞ്ഞിട്ട് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് അത് മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലേക്കും പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് കുറച്ചൊരു ഇതായിട്ടൊരു രസമുണ്ട്. പിന്നെ ഇവർ എന്താ പറയുക, മോഹൻലാലിനുള്ള റോളാണ് ഉള്ളൂ. ബാക്കി എല്ലാവരും ഒരു വീട്ടിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് ഡയലോഗ് പറയുന്നതല്ലാണ്ട് ദൃശ്യം 1 പോലെ തന്നെ ഈ എല്ലാവരും പറഞ്ഞില്ലേ എന്താണ് ദൃശ്യം മാത്രം വരുന്ന 2 നായികമാരെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, മറ്റേ അൻസിബിയും ഇവളും. അപ്പോൾ അതേപോലെ തന്നെ അതിലൊന്നും വലിയ കാര്യവും ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ ഒരു ഇതൊന്നും ഇല്ല. ഒരു വീട്ടിലിങ്ങനെ അങ്ങനെ പറയുന്ന എന്തെങ്കിലും പറയൽ തന്നെ, അത്രേ സംഭവമുള്ളൂ. ഇനി ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇതെൻ്റെ ഞാൻ പറഞ്ഞു ഒരു ചെറിയൊരു പ്ലോട്ട്, അതായത് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടുക, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് ആ ക്ലൈമാക്സിലെ കാര്യങ്ങൾ മാത്രമാണ് തോന്നുന്നത്. ബാക്കി ചില സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അത് ഞാൻ രാത്രി സിനിമയ്ക്ക് പോകാറില്ല. മിക്കവാറും ഉറക്കം ഉണ്ടെങ്കിൽ അത് നല്ല പടമില്ലാന്നുണ്ടെങ്കിൽ അധികം ഉറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഇന്ന് നട്ടുച്ചൻ്റെ സിനിമയ്ക്ക് പോയത്. നോക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് കുറച്ച് ലാഗ് അടിച്ചിട്ടൊക്കെ ആയിരുന്നു. 2.25 മണിക്കൂർ പടമുണ്ട്, 2:40. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.